ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ആദർശുമായിട്ട് അങ്ങനെ ചെറിയ അടിയും വഴക്കൊക്കെ ആയിട്ട് നിൽക്കാൻ കേട്ടോ. ദേവിയാനിക്കാണെങ്കിൽ നയനോട് ഓരോ ദിവസവും വെറുപ്പ് കൂടി വരികയാണ് കേട്ടോ. ഈ സമയത്തൊന്നും തന്നെ നവ്യ ഗർഭിണിയല്ല എന്നുള്ള കാര്യം ആരും തന്നെ അറിയുന്നില്ലാത്തൊരു സന്ദർഭത്തിലാണ് കേട്ടോ ഈ ഒരു കഥ നടക്കുന്നത്. അങ്ങനെ ആദർശിന് നയനയോട് വളരെയധികം പ്രണയം തോന്നിക്കുകയാണ്. ഓരോ ദിവസവും രാത്രി നമ്മൾ സംസാരിക്കുകയും ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഡിസൈൻ വരച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ ആദർശ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനെ നിർബന്ധിച്ച് ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ആദർശ് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ക്യാഷിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, എനിക്ക് ഡിസൈൻ വേണ്ടെന്ന് പറയുമ്പോൾ നയന ചെറിയൊരു തുകയൊക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ് ആദർശിന്. അങ്ങനെ ആ ഡിസൈൻ നല്ലൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. പിറ്റേ ദിവസം ക്ലയൻസ് വരുമ്പോൾ നയനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ ആ ക്ലയൻസ് പറയുകയാണ്, ഇങ്ങനെ ഒരു ജ്വല്ലറി ഡിസൈൻ ഇതുവരെ കണ്ടിട്ടില്ല, അത്രയധികം മനോഹരവും ഒരു വെറൈറ്റി കളക്ഷനുമാണ്, ഇതെന്തായാലും മാർക്കറ്റിൽ നല്ല റീച്ച് ആവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ കേൾക്കുമ്പോഴേക്കും ആദർശം നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അബിക്കാണെങ്കിലോ അത് കേട്ടിട്ട് നല്ല കലിപ്പ് വരുന്നുണ്ട് കേട്ടോ. അബി എത്രയൊക്കെ ശ്രമിച്ചിട്ടും നയനോട് അത്ര എത്താൻ പറ്റുന്നില്ല. അവന്റെ ഒരു പ്രൊജക്റ്റ് പോലും ആരും സ്വീകരിക്കുന്നില്ല. ഇത് കണ്ടിട്ട് അവന് ഒരുപാട് ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ അബി വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവളെ തളർത്തി കളയണം എന്നൊക്കെ വിചാരിക്കുന്നു. അന്ന് രാത്രിയിൽ ആദർശ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ആദർശ് ഒരു കവർ ഇങ്ങനെ പുറകിൽ മാറ്റി പിടിച്ചിരിക്കുകയാണ്, ആരും കാണാതെ. വന്ന പാടെ അനി ചോദിക്കുകയാണ്, ആഹാ ഏട്ടാ എന്താ കയ്യിലൊരു കവർ എന്ന് ചോദിക്കുകയാണ്. അത് ഓഫീസിലെ ഒരു സാധനമാണെന്ന് പറയുമ്പോൾ, ഓഫീസിലെ സാധനമാണോ കവറിൽ കൊണ്ടുവരുന്നത്? എന്താ അതൊരു ജ്വല്ലറിയുടെ കവർ പോലെ ഉണ്ടല്ലോ, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ തോന്നിക്കുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഗിഫ്റ്റ് ബോക്സ് പോടാ, ജ്വല്ലറിയിലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നതാന്ന് പറയുമ്പോൾ, അതൊന്നും അല്ല എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനി പോയി മേടിക്കാൻ നോക്കുമ്പോൾ, വേണ്ട ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതുമായിട്ട് ആദ്യം മേളിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ദേവേനെ എന്നിട്ട് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ആദ്യമായിട്ട് അതിലൊരു കവർ കണ്ടു, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ, ചിലപ്പോൾ ഏട്ടത്തിക്കായിരിക്കും, ഞാൻ ചോദിച്ചിട്ടൊന്നും തന്നില്ല, ആള് കൊണ്ട് ഓടി മേളിലിട്ട് എന്നും പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് അനി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും ദേവേനെ എന്നെ കലിപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മ വന്നിട്ട് അനിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പം അത് പോയി പറഞ്ഞത്? അവിടെ ഇപ്പം തന്നെ ചെല്ലും അവളുടെ മുറിയിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാണെങ്കിൽ പോലും കൊടുക്കാൻ സമ്മതിക്കില്ല. ആദർശിന്റെ മനസ്സമാധാനം കളയും. ആദർശ് ആകെപ്പാടെ ഒന്ന് സ്നേഹിച്ചു വരിക അവളെ. അപ്പോഴേക്കും ഈ ദേവേനി പോയി അതെല്ലാം മുടക്കും. നീ ഇപ്പോൾ കപ്പ് ചെയ്യേണ്ട വലിയ കാര്യം ഉണ്ടായെന്ന് ആലോചിക്കുമ്പോൾ അനി പറയണം, അയ്യോ അമ്മേ ഞാനൊന്നും ഓർത്തില്ല, പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ അങ്ങ് ചെയ്തു പോയതെന്ന് പറയുമ്പം, ഇനിയിപ്പോൾ എന്തൊക്കെ കാണണമെന്ന് കണ്ടോണം, ഇതിന്റെ പേരിൽ പിന്നീട് ഭൂകമ്പം തന്നെ ഉണ്ടാക്കും ഏടത്തി എന്നിങ്ങനെ ജാനകി പറയാനുണ്ടോ. അങ്ങനെ ആദ്യം ആ ഒരു ഗിഫ്റ്റും കൊണ്ട് മുകളിലേക്ക് പോവാണ്. അപ്പൊ നയന അവിടെ ഇങ്ങനെ തുണിയൊക്കെ കബോർഡിൽ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം ആദർശ് പറയാണ്, നയന ഇനി നീ വരച്ച ഡിസൈൻ ഉണ്ടല്ലോ അത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ ആദർശ് ചേട്ടാ, അതൊരു വെറൈറ്റി കളക്ഷൻ എൻ്റെ മനസ്സിൽ നിന്ന് രാഗത്തോട്ട് തോന്നിയതാ എന്ന് പറയുന്നു. എന്തായാലും നിനക്ക് നല്ല കഴിവുണ്ട്, ഈശ്വരൻ അനുഗ്രഹിച്ച കഴിവുണ്ട്, ആ പ്രതിമയൊക്കെ നീ ഉണ്ടാക്കിയപ്പോഴത്തേനെ എനിക്കത് മനസ്സിലായി, അതിനകത്ത് തന്നെ നിന്റെ കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട്, നീ ഉണ്ടല്ലോ മഹാപ്രതിഭയാണ് അവരൊക്കെ പറഞ്ഞിട്ട് പോയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പറയണം, അതൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ അവിടെ തുടരുന്നില്ല വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ ഒന്നും ഇപ്പോൾ വരയ്ക്കാത്തതെന്ന് പറയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ആ ഒരു പ്രയാസങ്ങളൊക്കെ മാറ്റി നീ ഇപ്പൊ അത് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഇനിയിപ്പം ഡിസൈനറായിട്ട് എൻ്റെ കൂടെ തന്നെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നയനെ പറയാണ്, എന്നെ നിർബന്ധിക്കല്ലേ ആദർശ് ചേട്ടാ, അത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയാണ്, ഞാൻ എങ്ങനെയെങ്കിലും മുത്തശ്ശനെ കൊണ്ട് അമ്മയോട് പറയിപ്പിച്ചോളാം, അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആദർശ് പറയാണ്, ദാ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എനിക്ക് ഗിഫ്റ്റോ എന്താ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ പറ നിനക്ക് എന്ത് ഗിഫ്റ്റാ ഇഷ്ടം? അപ്പൊ നയന പറയണം, എനിക്കങ്ങനെ വില കൂടിയ സാധനങ്ങളൊന്നും ഒരു താല്പര്യമില്ല, പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല, എനിക്കിപ്പോൾ ഈ വീട്ടിൽ ഇടാനും ഉടുക്കാനും ഉണ്ണാനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ആഗ്രഹമില്ല. പിന്നെ ആദർശേട്ടൻ എന്ത് പഠിച്ചെന്നാലും അതിനെനിക്ക് കോടികളുടെ വിലയാ എന്നൊക്കെ പറയുമ്പോഴേക്കും, മതി നിന്റെ സോപ്പിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ഗിഫ്റ്റ് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നയന തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലേസ് തന്നെയാണ് കേട്ടോ ആദർശ അവർക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കാണുന്ന ദേവിയാനി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ദേവിയാനി നാണമില്ലാതെ അവരുടെ ബെഡ്റൂമിന്റെ വാതിൽക്കിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയന പറയണം, ആദർശേട്ടാ ഇത് അടിപൊളിയായിട്ടുണ്ട്, ഇതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ? ആദർശ് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ പൈസയൊക്കെ നോക്കുന്നത്, നീ വരയ്ക്കുന്ന ഡിസൈൻസിനൊക്കെ ഉണ്ടല്ലോ ഇതിലും വാല്യബിൾ ഉണ്ട്, ഒന്ന് ശ്രമിച്ചാല് മാസം ലക്ഷങ്ങൾ നിനക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ആദർശ് പറയാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങ വന്നേ ഈ മാല ഞാൻ തന്നെ നിനക്ക് ചാർത്തി തരാമെന്നും പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ നയനയുടെ കഴുത്തിൽ അതിട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ കാണുമ്പോൾ ദേവിനെ സ്വന്തം കൺട്രോൾ പോയിട്ട് ആദർശ് എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. ആദർശപ്പിലേക്ക് ഞെട്ടിപ്പോന്നു, നയനെ ഞെട്ടിപ്പോവാൻ കേട്ടോ.
അപ്പം നയന ഇങ്ങനെ ആ മാല ഇങ്ങനെ ആദർശ് ലോക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വന്നിട്ട്, എന്താ ആദർശം ഞാൻ ഈ കാണുന്നത്? നീയല്ലേ എന്നോട് പറഞ്ഞത് ഇവളെ സ്നേഹിക്കുവോ അടുപ്പിക്കോ ഒന്നും ഇല്ലാന്ന്. എന്നിട്ട് ഞാനിപ്പോൾ എന്താ കാണുന്നത് ചോദിക്കുമ്പോൾ, അമ്മേ ഇത് ഇവളെൻ്റെ എന്തൊക്കെ പറഞ്ഞ ഇവളെൻ്റെ ഭാര്യയല്ലേ. എന്ത് ഭാര്യ? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ, മറുപടി പറയടാ, എന്ത് ഭാര്യയാന്ന്? എത്ര രൂപ എത്ര ലക്ഷങ്ങളുടെ വിലയുള്ള ഡയമണ്ട് നെക്ലേസാ നീ ഇവർക്ക് കൊണ്ട് കൊടുത്തേക്കെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഈ ഒരു ബഹളം കേട്ട് ജാനകി പറയണം, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ അവിടെ പോയി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നീ പോയി പെട്ടെന്ന് മുത്തച്ഛനെയൊക്കെ വിളിച്ചോണ്ട് പോവാ. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എങ്ങനെ പരിഹരിക്കണം? നയനമോളെ ഇനി വഴക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. ആദർശന്റെ മനസ്സിൽ നിന്ന് ആകെപ്പാടെ ഇപ്പോൾ ആദർശനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അവന്റെ മനസ്സിൽ നിന്ന് അവളെ പറിച്ചെറിയാൻ വേണ്ടിയിട്ടാ അങ്ങോട്ടേക്ക് ചേച്ചി പോയിട്ടുള്ളത്. അത് സമ്മതിക്കരുത്, നീ പോയിട്ട് അവരെയൊക്കെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജാനകിയും അനിയും ആ മുത്തച്ഛനെയും കുട്ടി മേളിലേക്ക് പോകാൻ കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ദേവിയെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജയനും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, എന്താ ദേവേനി, എന്താ പ്രശ്നം? ഇവൻ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതാ ഇവളെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന്. എന്നിട്ട് ഞാൻ നോക്കിയപ്പം അവളുടെ കഴുത്തിലേക്ക് ലക്ഷങ്ങളെ വിലയുള്ള ഡയമണ്ട് നെക്ലേസ് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, നിന്റെ ഈ കഴുത്തിലും കാതിലൊക്കെ കടന്നത് നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഈ ജ്വല്ലറി തന്നെ കൊടുന്നായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളല്ലേ, പിന്നെ അവള് എടുത്ത എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം ആദർശ് പറയണ, അച്ഛാ അത് വേറൊന്നുമല്ല, ഇവിടെ നിന്നൊരു ഡിസൈൻ വരച്ചു കൊടുത്തു, നല്ല എപ്പിക്കായിട്ടുള്ള കളക്ഷനാ. അത് കണ്ടപ്പോൾ തന്നെ ആ ക്ലയൻസിനൊക്കെ കണ്ണു തള്ളിപ്പോയി. അവർ പറഞ്ഞു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോടികളുടെ വാല്യൂ ആണെന്ന്. അത്രയ്ക്കും ഉണ്ടായിരുന്നു ഇവളുടെ ഡിസൈൻ. പക്ഷെ ഇവളാണെങ്കിലോ എൻ്റെ കയ്യിൽ നിന്ന് വെറും 15,000-20,000 രൂപ മാത്രമേ മേടിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇവക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ വില കൂടി സമ്മാനം കൊടുത്തത്. ഇത് ഇവളുടെ അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് പറയാണ്. എന്നിട്ട് അപ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, എന്നിട്ട് നീ പറഞ്ഞല്ലോടാ മുത്തച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അമ്മയോട് ചോദിക്കാതെ നിന്നെ ഞാൻ ഡിസൈനറായിട്ട് അവിടെ ജോലിക്ക് കയറ്റാന്ന്. അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ്, അത് ഞങ്ങൾ ബെഡ്റൂമിൽ ഞങ്ങൾ സംസാരിച്ച കാര്യമല്ലേമേ, അത് അമ്മ എങ്ങനെ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിനെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, താഴെ വെച്ച് അനി എന്തോ ഒരു സാധനം കൊണ്ട് ആദർശ് മുകളിലേക്ക് കയറി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ പുറകെ ആദർശിന്റെ പുറകെ തന്നെ ചേച്ചി കയറി വന്നാന്ന് പറയുമ്പോഴേക്കും ദേവിനെ രൂക്ഷഭാവത്തില് ജാനകി എന്ന് നോക്കുമ്പോൾ ജാനകി മിണ്ടാൻ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയം വന്നിട്ട്, നാണമില്ലടി നിനക്ക് സ്വന്തം മകന്റെ മരുമകളുടെ മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കാൻ? അപ്പോഴേക്കും ദേവേനി പറയണ, ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നും അല്ല, ഞാനിവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടതാ. അപ്പോഴേക്കും ജയം പറഞ്ഞു, അതിന് തന്നെ ഒളിഞ്ഞു നോട്ടോന്ന് പറയുന്നത്. അങ്ങനെ മര്യാദയുള്ളവളായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നീ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലണമായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുന്ന മുറിക്കകത്ത് കയറിപ്പോൾ നിനക്ക് നാണമില്ലെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എന്തായാലും ആദർശം തീരുമാനം ഞാൻ അംഗീകരിച്ചു, നയനനെ അവിടുത്തെ ഡിസൈനർ ഹെഡായിട്ട് ഞാൻ നിയമിച്ചു കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. അപ്പോഴേക്കും ദേവേനി ആകെപ്പാടെ അടികൊണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ജയം പറയണ, ആദർശ് ഇങ്ങനെ വേണം ഭാര്യനെയും അമ്മേനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പഠിക്കണം. നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുത്ത സമ്മാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ വേണം ആണുങ്ങളായാലെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പോകാൻ കേട്ടോ. അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യപ്പെട്ട ദേവേൻ്റെ അവിടെ നിന്ന് ചാടിക്കടിച്ച് ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ജയം പറഞ്ഞു, ആദർശേ നിന്റെ അമ്മയ്ക്ക് നിന്നുള്ള സ്നേഹം അതിര് കടന്നിട്ട് അതൊരു ദിവസം ഭ്രാന്തായി മാറിയിരിക്കുക, അതുകൊണ്ടായിപ്പോ ഇങ്ങനെ എന്നും പറഞ്ഞ് നീ നയനുള്ള സ്നേഹം മാറ്റാൻ പാടില്ല കേട്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.